എഡ്യൂകെസ്റ്റ് അക്കാദമിയുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. വരാനിരിക്കുന്ന PSC പരീക്ഷകൾക്കായിട്ട് തയ്യാറാക്കിയ പ്രധാനപ്പെട്ട 100 ചോദ്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ. ചോദ്യങ്ങളിലേക്ക് കിടക്കാം. കേരള ആരോഗ്യ വകുപ്പിൻ്റെ അവയവദാന പദ്ധതിയുടെ പേര്. കേരള ആരോഗ്യ വകുപ്പിൻ്റെ അവയവദാന പദ്ധതിയുടെ പേര് മൃതസഞ്ജീവനി. മൃതസഞ്ജീവനി പദ്ധതിയാണ് കേരള ആരോഗ്യ വകുപ്പിൻ്റെ അവയവദാന പദ്ധതി. ഭക്ഷ്യസുരക്ഷാ നിയമം പാസാക്കിയ ആദ്യ ഇന്ത്യൻ സംസ്ഥാനം. ഭക്ഷ്യസുരക്ഷാ നിയമം പാസാക്കിയ ആദ്യ ഇന്ത്യൻ സംസ്ഥാനം ഛത്തീസ്ഗഡ്. ഛത്തീസ്ഗഡാണ് ഭക്ഷ്യസുരക്ഷാ നിയമം പാസാക്കിയ ആദ്യ ഇന്ത്യൻ സംസ്ഥാനം. സ്വയം ഉഴുതുമറിക്കുന്ന മണ്ണ് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നത്. സ്വയം ഉഴുതുമറിക്കുന്ന മണ്ണ് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നത് ബ്ലാക്ക് സോയിൽ. ബ്ലാക്ക് സോയിലാണ് സ്വയം ഉഴുതുമറിക്കുന്ന മണ്ണ് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന മണ്ണ്. ഭാരതപ്പുഴയെ ശോകനാശിനി എന്ന് വിളിച്ചത്. ഭാരതപ്പുഴയെ ശോകനാശിനി എന്ന് വിളിച്ചത് എഴുത്തച്ഛൻ. എഴുത്തച്ഛനാണ് ഭാരതപ്പുഴയെ ശോകനാശിനി എന്ന് വിളിച്ചത്. ബോംബെ പ്ലാൻ തയ്യാറാക്കിയ 8 വ്യക്തിത്വങ്ങളുടെ കൂട്ടത്തിലെ ഏക മലയാളി. ബോംബെ പ്ലാൻ തയ്യാറാക്കിയ 8 വ്യക്തിത്വങ്ങളുടെ കൂട്ടത്തിലെ ഏക മലയാളി ജോൺ മത്തായി. ജോൺ മത്തായി ആയിരുന്നു ബോംബെ പ്ലാൻ തയ്യാറാക്കിയ 8 വ്യക്തിത്വങ്ങളുടെ കൂട്ടത്തിലെ ഏക മലയാളി. സ്വച്ഛ് ഭാരത് പദ്ധതി ആരംഭിച്ച തീയതി. സ്വച്ഛ് ഭാരത് പദ്ധതി ആരംഭിച്ച തീയതി 2014 ഒക്ടോബർ 2. 2014 ഒക്ടോബർ 2 സ്വച്ഛ് ഭാരത് പദ്ധതി ആരംഭിച്ചത്. സുഗമ ഭാരത് അഭിയാൻ ഏത് വിഭാഗക്കാരുടെ ക്ഷേമമാണ് ലക്ഷ്യമിടുന്നത്? സുഗമ ഭാരത് അഭിയാൻ ഏത് വിഭാഗക്കാരുടെ ക്ഷേമമാണ് ലക്ഷ്യമിടുന്നത്? ഭിന്നശേഷിക്കാർ. ഭിന്നശേഷിക്കാരുടെ ക്ഷേമമാണ് സുഗമ ഭാരത് അഭിയാൻ എന്ന പദ്ധതി ലക്ഷ്യമിടുന്നത്. ONV കുറുപ്പിന് ഏതു വർഷത്തെ ജ്ഞാനപീഠമാണ് ലഭിച്ചത്? ONV കുറുപ്പിന് ഏത് വർഷത്തെ ജ്ഞാനപീഠമാണ് ലഭിച്ചത്? 2007. 2007 ജ്ഞാനപീഠ പുരസ്കാരമാണ് ONV കുറുപ്പിന് ലഭിച്ചത്. ഭാരതപ്പുഴ എവിടെ വെച്ചാണ് അറബിക്കടലിൽ ചേരുന്നത്? ഭാരതപ്പുഴ എവിടെ വെച്ചാണ് അറബിക്കടലിൽ ചേരുന്നത്? പൊന്നാനി. ഭാരതപ്പുഴ പൊന്നാനിയിൽ വെച്ചാണ് അറബിക്കടലിൽ ചേരുന്നത്. ഇന്ത്യയിലെ ആദ്യത്തെ മൗണ്ടൻ റെയിൽവേ. ഇന്ത്യയിലെ ആദ്യത്തെ മൗണ്ടൻ റെയിൽവേയാണ് ഡാർജിലിംഗ്. ഇന്ത്യയിലെ ആദ്യത്തെ മൗണ്ടൻ റെയിൽവേയാണ് ഡാർജിലിംഗിലേത്. ഡഫറിൻ പ്രഭുവിൻ്റെ ബുദ്ധിയിലുദിച്ച ആശയമാണ് കോൺഗ്രസ് എന്ന് അഭിപ്രായപ്പെട്ടത്. ഡഫറിൻ പ്രഭുവിൻ്റെ ബുദ്ധിയിലുദിച്ച ആശയമാണ് കോൺഗ്രസ് എന്ന് അഭിപ്രായപ്പെട്ടത് ലാല ലജ്പത് റായ്. ലാല ലജ്പത് റായ് ആയിരുന്നു ഡഫറിൻ പ്രഭുവിൻ്റെ ബുദ്ധിയിലുദിച്ച ആശയമാണ് കോൺഗ്രസ് എന്ന് അഭിപ്രായപ്പെട്ടത്. 2 ഓസ്കർ ലഭിച്ച ആദ്യ ഇന്ത്യക്കാരൻ. 2 ഓസ്കർ ലഭിച്ച ആദ്യത്തെ ഇന്ത്യക്കാരൻ AR റഹ്മാൻ. AR റഹ്മാനാണ് 2 ഓസ്കർ ലഭിച്ച ആദ്യ ഇന്ത്യക്കാരൻ. ഇന്ത്യയിൽ ആദ്യമായി ക്രെഡിറ്റ് കാർഡ് അവതരിപ്പിച്ച ബാങ്ക്. ഇന്ത്യയിൽ ആദ്യമായി ക്രെഡിറ്റ് കാർഡ് അവതരിപ്പിച്ച ബാങ്കാണ് സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യ. ഇന്ത്യയിൽ ആദ്യമായി സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യയാണ് ക്രെഡിറ്റ് കാർഡ് അവതരിപ്പിച്ചത്. ശൂന്യതയിൽ സഞ്ചരിക്കാൻ കഴിയാത്ത ഊർജ്ജരൂപം. ശൂന്യതയിൽ സഞ്ചരിക്കാൻ കഴിയാത്ത ഊർജ്ജരൂപം ശബ്ദോർജം. ശബ്ദോർജത്തിനാണ് ശൂന്യതയിൽ സഞ്ചരിക്കാൻ കഴിയാത്തത്. സെർവൻസ് ഓഫ് ദ പീപ്പിൾ സൊസൈറ്റി ലോക് സേവക് മണ്ഡൽ. ലോക് സേവക് മണ്ഡലിൻ്റെ സ്ഥാപകൻ, സെർവൻസ് ഓഫ് ദ പീപ്പിൾ സൊസൈറ്റിയുടെ സ്ഥാപകൻ ലാല ലജ്പത് റായ്. ലോക് സേവക് മണ്ഡൽ അഥവാ സെർവൻസ് ഓഫ് ദി പീപ്പിൾ സൊസൈറ്റിയുടെ സ്ഥാപകനാണ് ലാല ലജ്പത് റായ്. KR നാരായണൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ്
വിഷ്വൽ സയൻസ് ആൻഡ് ആർട്സ് എവിടെയാണ്? KR നാരായണൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് വിഷ്വൽ സയൻസ് ആൻഡ് ആർട്സ് എവിടെയാണ്? കോട്ടയം. കോട്ടയത്താണ് KR നാരായണൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് വിഷ്വൽ സയൻസ് ആൻഡ് ആർട്സ് സ്ഥിതി ചെയ്യുന്നത്. പ്രൊട്ടക്ഷൻ ഓഫ് വിമൻ ഫ്രം ഡൊമസ്റ്റിക് വയലൻസ് ആക്ട് 2005 പ്രസിഡന്റിൻ്റെ അനുമതി ലഭിച്ച തീയതി. പ്രൊട്ടക്ഷൻ ഓഫ് വിമൻ ഫ്രം ഡൊമസ്റ്റിക് വയലൻസ് ആക്ട് 2005 പ്രസിഡന്റിൻ്റെ അനുമതി ലഭിച്ച തീയതി 2005 സെപ്റ്റംബർ 13. 2005 സെപ്റ്റംബർ 13 പ്രൊട്ടക്ഷൻ ഓഫ് വിമൻ ഫ്രം ഡൊമസ്റ്റിക് വയലൻസ് ആക്ട് 2005 പ്രസിഡന്റിൻ്റെ അനുമതി ലഭിച്ചത്. പ്രൊട്ടക്ഷൻ ഓഫ് വിമൻ ഫ്രം ഡൊമസ്റ്റിക് വയലൻസ് ആക്ട് 2005 പ്രാബല്യത്തിൽ വന്ന തീയതി. പ്രൊട്ടക്ഷൻ ഓഫ് വിമൻ ഫ്രം ഡൊമസ്റ്റിക് വയലൻസ് ആക്ട് 2005 പ്രാബല്യത്തിൽ വന്ന തീയതി 2006 ഒക്ടോബർ 26. 2006 ഒക്ടോബർ 26 പ്രൊട്ടക്ഷൻ ഓഫ് വിമൻ ഫ്രം ഡൊമസ്റ്റിക് വയലൻസ് ആക്ട് 2005 പ്രാബല്യത്തിൽ വന്ന തീയതി. ഏതിനെ മാതൃകയാക്കിയാണ് ചെങ്കുളത്ത് കുഞ്ഞിരാമ മേനോൻ കേരള പത്രിക ആരംഭിച്ചത്? ഏതിനെ മാതൃകയാക്കിയാണ് ചെങ്കുളത്ത് കുഞ്ഞിരാമ മേനോൻ കേരള പത്രിക ആരംഭിച്ചത്? അമൃത് ബസാർ പത്രിക. അമൃത് ബസാർ പത്രികയെ മാതൃകയാക്കിയാണ് ചെങ്കുളത്ത് കുഞ്ഞിരാമ മേനോൻ കേരള പത്രിക ആരംഭിച്ചത്. എത്രാം പഞ്ചവത്സര പദ്ധതി കാലത്താണ് ഇന്ത്യ ലോക വ്യാപാര സംഘടനയിൽ അംഗമായത്? എത്രാം പഞ്ചവത്സര പദ്ധതി കാലത്താണ് ഇന്ത്യ ലോക വ്യാപാര സംഘടനയിൽ അംഗമായത്? 8. എട്ടാമത്തെ പഞ്ചവത്സര പദ്ധതി കാലത്തായിരുന്നു ഇന്ത്യ ലോക വ്യാപാര സംഘടനയിൽ അംഗമായത്. ഐസ് സ്കേറ്റിംഗ് സാധ്യമാക്കുന്ന പ്രതിഭാസം. ഐസ് സ്കേറ്റിംഗ് സാധ്യമാക്കുന്ന പ്രതിഭാസം പുനർഹിമായനം. പുനർഹിമായനം എന്ന പ്രതിഭാസമാണ് ഐസ് സ്കേറ്റിംഗ് സാധ്യമാക്കുന്നത്. PK തുങ്കൻ കമ്മിറ്റി എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? PK തുങ്കൻ കമ്മിറ്റി എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? പഞ്ചായത്ത് രാജ്. പഞ്ചായത്ത് രാജുമായിട്ടാണ് PK തുങ്കൻ കമ്മിറ്റി ബന്ധപ്പെട്ടിരിക്കുന്നത്. അഖില തിരുവിതാംകൂർ നാവിക തൊഴിലാളി സംഘം സ്ഥാപിച്ചത്. അഖില തിരുവിതാംകൂർ നാവിക തൊഴിലാളി സംഘം സ്ഥാപിച്ചത് ഡോക്ടർ വേലുക്കുട്ടി അരയൻ. ഡോക്ടർ വേലുക്കുട്ടി അരയനായിരുന്നു അഖില തിരുവിതാംകൂർ നാവിക തൊഴിലാളി സംഘം സ്ഥാപിച്ചത്. സിക്ക വൈറസ് രോഗം ആദ്യം റിപ്പോർട്ട് ചെയ്യപ്പെട്ട വർഷം. സിക്ക വൈറസ് രോഗം ആദ്യം റിപ്പോർട്ട് ചെയ്യപ്പെട്ട വർഷം 1947. 1947 സിക്ക വൈറസ് രോഗം ആദ്യം റിപ്പോർട്ട് ചെയ്യപ്പെട്ടത്. കേരളത്തിലെ ഏറ്റവും വലിയ സംരക്ഷിത കണ്ടൽ വനം. കേരളത്തിലെ ഏറ്റവും വലിയ സംരക്ഷിത കണ്ടൽ വനം കടലുണ്ടി. കടലുണ്ടി കണ്ടൽ വനമാണ് കേരളത്തിലെ ഏറ്റവും വലിയ സംരക്ഷിത കണ്ടൽ വനം. ഏത് യോഗിക്കും പ്രതിഷ്ഠ ചെയ്യാമെന്ന് അഭിപ്രായപ്പെട്ട സാമൂഹിക പരിഷ്കർത്താവ്? ഏത് യോഗിക്കും പ്രതിഷ്ഠ ചെയ്യാമെന്ന് അഭിപ്രായപ്പെട്ട സാമൂഹിക പരിഷ്കർത്താവ്? തൈക്കാട് അയ്യ. തൈക്കാട് അയ്യാവാണ് ഏത് യോഗിക്കും പ്രതിഷ്ഠ ചെയ്യാമെന്ന് അഭിപ്രായപ്പെട്ട സാമൂഹിക പരിഷ്കർത്താവ്. വനവാസികളും ഭിക്ഷാടകരുമായ സന്യാസികളെ ഉദരനിമിത്തം എന്ന് പരിഹസിച്ചത്. വനവാസികളും ഭിക്ഷാടകരുമായ സന്യാസികളെ ഉദരനിമിത്തം എന്ന് പരിഹസിച്ചത് ബ്രഹ്മാനന്ദ ശിവയോഗി. ബ്രഹ്മാനന്ദ ശിവയോഗിയാണ് വനവാസികളും ഭിക്ഷാടകരുമായ സന്യാസികളെ ഉദരനിമിത്തം എന്ന് പരിഹസിച്ചത്. കൊയാലി എണ്ണ ശുദ്ധീകരണശാല സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം. കൊയാലി എണ്ണ ശുദ്ധീകരണശാല സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഗുജറാത്ത്. ഗുജറാത്തിലാണ് കൊയാലി എണ്ണ ശുദ്ധീകരണശാല സ്ഥിതി ചെയ്യുന്നത്. SNDP യോഗത്തിൻ്റെ മുഖപത്രമായിരുന്ന പ്രസിദ്ധീകരണം. SNDP യോഗത്തിൻ്റെ മുഖപത്രമായിരുന്ന പ്രസിദ്ധീകരണം വിവേകോദയം. വിവേകോദയമായിരുന്നു SNDP യോഗത്തിൻ്റെ മുഖപത്രമായിരുന്ന
പ്രസിദ്ധീകരണം. മലയാളത്തിലെ പ്രകൃതിയുടെ കവി എന്നറിയപ്പെട്ടത്. മലയാളത്തിലെ പ്രകൃതിയുടെ കവി എന്നറിയപ്പെട്ടത് ഇടശ്ശേരി. ഇടശ്ശേരിയാണ് മലയാളത്തിലെ പ്രകൃതിയുടെ കവി എന്നറിയപ്പെട്ടത്. വക്കം മൗലവിയുടെ അറബി മലയാളം മാഗസിൻ. വക്കം മൗലവിയുടെ അറബി മലയാളം മാഗസിനാണ് അൽ ഇസ്ലാം. അൽ ഇസ്ലാമാണ് വക്കം മൗലവിയുടെ അറബി മലയാളം മാഗസിൻ. ബ്രിട്ടീഷുകാർ പീക്ക് 15 എന്ന് പേരിട്ടിരിക്കുന്ന കൊടുമുടി ഏത്? ബ്രിട്ടീഷുകാർ പീക്ക് 15 എന്ന് പേരിട്ടിരിക്കുന്ന കൊടുമുടി എവറസ്റ്റ്. എവറസ്റ്റ് ആണ് ബ്രിട്ടീഷുകാർ പീക്ക് 15 എന്ന് പേരിട്ടിരിക്കുന്ന കൊടുമുടി. വാകത്താനം ലഹളയ്ക്ക് നേതൃത്വം നൽകിയത്. വാകത്താനം ലഹളയ്ക്ക് നേതൃത്വം നൽകിയത് പൊയ്കയിൽ യോഹന്നാൻ. പൊയ്കയിൽ യോഹന്നാനായിരുന്നു വാകത്താനം ലഹളയ്ക്ക് നേതൃത്വം നൽകിയത്. SNDPയുടെ ആജീവനാന്ത അധ്യക്ഷനായി 1903 തിരഞ്ഞെടുത്തത്. SNDPയുടെ ആജീവനാന്ത അധ്യക്ഷനായി 1903 തിരഞ്ഞെടുത്തത് ശ്രീനാരായണ ഗുരു. ശ്രീനാരായണ ഗുരുവിനെയാണ് SNDPയുടെ ആജീവനാന്ത അധ്യക്ഷനായി 1903 തിരഞ്ഞെടുത്തത്. ബ്രിട്ടീഷ് പാർലമെൻറ്റിൽ അംഗമായ ആദ്യത്തെ ഭാരതീയൻ. ബ്രിട്ടീഷ് പാർലമെൻറ്റിൽ അംഗമായ ആദ്യത്തെ ഭാരതീയനാണ് ദാദാഭായ് നവറോജി. ദാദാഭായ് നവറോജിയാണ് ബ്രിട്ടീഷ് പാർലമെൻറ്റിൽ അംഗമായ ആദ്യത്തെ ഭാരതീയൻ. ഗുരുവായൂർ സത്യാഗ്രഹ കമ്മിറ്റിയുടെ സെക്രട്ടറി ആയിരുന്നത്. ഗുരുവായൂർ സത്യാഗ്രഹ കമ്മിറ്റിയുടെ സെക്രട്ടറി ആയിരുന്നത് കെ കേളപ്പൻ. കെ കേളപ്പനായിരുന്നു ഗുരുവായൂർ സത്യാഗ്രഹ കമ്മിറ്റിയുടെ സെക്രട്ടറി ആയിരുന്നത്. ഗുരുവായൂർ സത്യാഗ്രഹത്തിൻ്റെ വോളണ്ടിയർ ക്യാപ്റ്റൻ. ഗുരുവായൂർ സത്യാഗ്രഹത്തിൻ്റെ വോളണ്ടിയർ ക്യാപ്റ്റനായിരുന്നത് AK ഗോപാലൻ. AK ഗോപാലനായിരുന്നു ഗുരുവായൂർ സത്യാഗ്രഹത്തിൻ്റെ വോളണ്ടിയർ ക്യാപ്റ്റൻ. SNDP യോഗത്തിൻ്റെ ആസ്ഥാനം. SNDP യോഗത്തിൻ്റെ ആസ്ഥാനം കൊല്ലം. കൊല്ലത്താണ് SNDP യോഗത്തിൻ്റെ ആസ്ഥാനം. SNDP യോഗത്തിൻ്റെ മുൻഗാമി എന്നറിയപ്പെടുന്ന സംഘടന. SNDP യോഗത്തിൻ്റെ മുൻഗാമി എന്നറിയപ്പെടുന്ന സംഘടന വാവൂട്ട് യോഗം. വാവൂട്ട് യോഗമാണ് SNDP യോഗത്തിൻ്റെ മുൻഗാമി എന്നറിയപ്പെടുന്ന സംഘടന. NSSൻ്റെ ആദ്യ ട്രഷറർ. NSSൻ്റെ ആദ്യ ട്രഷറർ പനങ്ങോട്ട് കേശവ പണിക്കർ. പനങ്ങോട്ട് കേശവ പണിക്കറാണ് NSSൻ്റെ ആദ്യത്തെ ട്രഷറർ. NSSൻ്റെ മുഖപത്രം സർവീസാണ് NSSൻ്റെ മുഖപത്രം. മണ്ണുകൊണ്ട് നിർമ്മിച്ച ഇന്ത്യയിലെ ഏറ്റവും വലിയ അണക്കെട്ട്. മണ്ണുകൊണ്ട് നിർമ്മിച്ച ഇന്ത്യയിലെ ഏറ്റവും വലിയ അണക്കെട്ട് ബാണാസുര സാഗർ. ബാണാസുര സാഗർ അണക്കെട്ടാണ് മണ്ണുകൊണ്ട് നിർമ്മിച്ച ഇന്ത്യയിലെ ഏറ്റവും വലിയ അണക്കെട്ട്. R ശങ്കറുമായി ചേർന്ന് ഹിന്ദു മഹാമണ്ഡലം സ്ഥാപിച്ചത്. R ശങ്കറുമായി ചേർന്ന് ഹിന്ദു മഹാമണ്ഡലം സ്ഥാപിച്ചത് മന്നത്ത് പത്മനാഭൻ. മന്നത്ത് പത്മനാഭനായിരുന്നു R ശങ്കറുമായി ചേർന്ന് ഹിന്ദു മഹാമണ്ഡലം സ്ഥാപിച്ചത്. മന്നത്ത് പത്മനാഭന് പത്മഭൂഷൺ ലഭിച്ച വർഷം. മന്നത്ത് പത്മനാഭന് പത്മഭൂഷൺ ലഭിച്ച വർഷം 1966. 1966 മന്നത്ത് പത്മനാഭന് പത്മഭൂഷൺ ലഭിച്ചത്. പഞ്ചകല്യാണി നിരൂപണം രചിച്ചത് ആരാണ്? പഞ്ചകല്യാണി നിരൂപണം രചിച്ചത് മന്നത്ത് പത്മനാഭൻ. മന്നത്ത് പത്മനാഭൻ്റെ രചനയാണ് പഞ്ചകല്യാണി നിരൂപണം. കഥകളിയുമായി ബന്ധപ്പെട്ട് ഉണ്ടായിരുന്ന സവർണ മേധാവിത്വം ഇല്ലാതാക്കാൻ കഥകളി യോഗം സ്ഥാപിച്ച സാമൂഹിക പരിഷ്കർത്താവ്.
കഥകളിയുമായി ബന്ധപ്പെട്ടുണ്ടായിരുന്ന സവർണ മേധാവിത്വം ഇല്ലാതാക്കാൻ കഥകളി യോഗം സ്ഥാപിച്ച സാമൂഹിക പരിഷ്കർത്താവ് ആറാട്ടുപുഴ വേലായുധപ്പണിക്കർ. ആറാട്ടുപുഴ വേലായുധപ്പണിക്കറായിരുന്നു കഥകളിയുമായി ബന്ധപ്പെട്ടുണ്ടായിരുന്ന സവർണ മേധാവിത്വം ഇല്ലാതാക്കാൻ കഥകളി യോഗം സ്ഥാപിച്ച സാമൂഹിക പരിഷ്കർത്താവ്. കേരള നവോത്ഥാന നായകരിലെ ആദ്യ രക്തസാക്ഷി എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നത്. കേരള നവോത്ഥാന നായകരിലെ ആദ്യ രക്തസാക്ഷി എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നത് ആറാട്ടുപുഴ വേലായുധപ്പണിക്കർ. ആറാട്ടുപുഴ വേലായുധപ്പണിക്കറാണ് കേരള നവോത്ഥാന നായകരിലെ ആദ്യ രക്തസാക്ഷി എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നത്. ലോക ലഹരി വിരുദ്ധ ദിനം. ലോക ലഹരി വിരുദ്ധ ദിനം ജൂൺ 26. ജൂൺ 26 ലോക ലഹരി വിരുദ്ധ ദിനം. ഷൈനി ജേക്കബ് ബെഞ്ചമിൻ സംവിധാനം ചെയ്ത ഒറ്റയാൾ എന്ന ഡോക്യുമെൻ്ററി ആരെക്കുറിച്ചുള്ളതാണ്? ഷൈനി ജേക്കബ് ബെഞ്ചമിൻ സംവിധാനം ചെയ്ത ഒറ്റയാൾ എന്ന ഡോക്യുമെൻ്ററി ആരെക്കുറിച്ചുള്ളതാണ്? ദയാബായി. ഷൈനി ജേക്കബ് ബെഞ്ചമിൻ സംവിധാനം ചെയ്ത ഒറ്റയാൾ എന്ന ഡോക്യുമെൻ്ററി ദയാബായിയെ കുറിച്ചുള്ളതാണ്. ദ്രവ്യത്തിൻ്റെ ഏഴാമത്തെ അവസ്ഥ. ദ്രവ്യത്തിൻ്റെ ഏഴാമത്തെ അവസ്ഥ ക്വാർക്ക് ഗ്ലൂവോൺ പ്ലാസ്മ. ക്വാർക്ക് ഗ്ലൂവോൺ പ്ലാസ്മയാണ് ദ്രവ്യത്തിൻ്റെ ഏഴാമത്തെ അവസ്ഥ. ദൈവകണം എന്നറിയപ്പെടുന്നത്. ദൈവകണം എന്നറിയപ്പെടുന്നത് ഹിഗ്സ് ബോസോൺ. ഹിഗ്സ് ബോസോണാണ് ദൈവകണം എന്നറിയപ്പെടുന്നത്. ഇന്ത്യൻ ഭരണഘടനയുടെ നൂതന സവിശേഷതയായി നിർദ്ദേശക തത്വങ്ങളെ വിശേഷിപ്പിച്ചതാര്? ഇന്ത്യൻ ഭരണഘടനയുടെ നൂതന സവിശേഷതയായി നിർദ്ദേശക തത്വങ്ങളെ വിശേഷിപ്പിച്ചത് ഡോക്ടർ അംബേദ്കർ. ഡോക്ടർ അംബേദ്കർ ആയിരുന്നു ഇന്ത്യൻ ഭരണഘടനയുടെ നൂതന സവിശേഷതയായി നിർദ്ദേശക തത്വങ്ങളെ വിശേഷിപ്പിച്ചത്. നമ്പൂതിരിയെ മനുഷ്യനാക്കുക എന്ന മുദ്രാവാക്യമുയർത്തിയ സംഘടന. നമ്പൂതിരിയെ മനുഷ്യനാക്കുക എന്ന മുദ്രാവാക്യമുയർത്തിയ സംഘടനയാണ് യോഗക്ഷേമ സഭ. യോഗക്ഷേമ സഭയുടെ മുദ്രാവാക്യമായിരുന്നു നമ്പൂതിരിയെ മനുഷ്യനാക്കുക എന്നത്. സുവർണ ക്ഷേത്രത്തിൽ നിന്നും ഭീകരരെ തുരത്താൻ ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാർ നടത്തിയ വർഷം. സുവർണ ക്ഷേത്രത്തിൽ നിന്നും ഭീകരരെ തുരത്താൻ ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാർ നടത്തിയ വർഷം 1984. 1984 സുവർണ ക്ഷേത്രത്തിൽ നിന്നും ഭീകരരെ തുരത്താൻ ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാർ നടത്തിയത്. ജനഗണമന രചിച്ചത്. ജനഗണമന രചിച്ചത് ടാഗോർ. ടാഗോറിൻ്റെ രചനയാണ് ജനഗണമന. വേദങ്ങളിലേക്ക് മടങ്ങുക എന്ന് ആഹ്വാനം ചെയ്തതാര്? വേദങ്ങളിലേക്ക് മടങ്ങുക എന്ന് ആഹ്വാനം ചെയ്തത് സ്വാമി ദയാനന്ദ സരസ്വതി. സ്വാമി ദയാനന്ദ സരസ്വതിയായിരുന്നു വേദങ്ങളിലേക്ക് മടങ്ങുക എന്ന് ആഹ്വാനം ചെയ്തത്. കേരള ദളിതൻ എന്ന ആശയം മുന്നോട്ട് വെച്ച നവോത്ഥാന നായകൻ. കേരള ദളിതൻ എന്ന ആശയം മുന്നോട്ട് വെച്ച നവോത്ഥാന നായകനായിരുന്നു പൊയ്കയിൽ അപ്പച്ചൻ. പൊയ്കയിൽ അപ്പച്ചനാണ് കേരള ദളിതൻ എന്ന ആശയം മുന്നോട്ട് വെച്ച നവോത്ഥാന നായകൻ. കുമാരനാശാൻ്റെ നളിനി എന്ന കൃതിക്ക് അവതാരിക എഴുതിയത്. കുമാരനാശാൻ്റെ നളിനി എന്ന കൃതിക്ക് അവതാരിക എഴുതിയത് AR രാജരാജവർമ്മ. AR രാജരാജവർമ്മയായിരുന്നു കുമാരനാശാൻ്റെ നളിനി എന്ന കൃതിക്ക് അവതാരിക എഴുതിയത്. കല്ലുമാല സമരം നയിച്ചത്. കല്ലുമാല സമരം നയിച്ചത് അയ്യങ്കാളി. അയ്യങ്കാളിയാണ് കല്ലുമാല സമരം നയിച്ചത്. കോഴിക്കോട്ട് പ്രീതിഭോജനം സംഘടിപ്പിച്ചത്. കോഴിക്കോട്ട് പ്രീതിഭോജനം സംഘടിപ്പിച്ചത് വാഗ്ഭടാനന്ദൻ. വാഗ്ഭടാനന്ദനായിരുന്നു കോഴിക്കോട്ട് പ്രീതിഭോജനം സംഘടിപ്പിച്ചത്. ക്വിറ്റ് ഇന്ത്യ സമരനായിക എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ച സ്വാതന്ത്ര്യ സമര സേനാനി. ക്വിറ്റ് ഇന്ത്യ സമരനായിക എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ച സ്വാതന്ത്ര്യ സമര സേനാനി അരുണ ആസഫ് അലി. അരുണ ആസഫ് അലിയാണ്
ക്വിറ്റ് ഇന്ത്യ സമരനായിക എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ച സ്വാതന്ത്ര്യ സമര സേനാനി. ഭരണഘടനയുടെ 8-ാം ഷെഡ്യൂളിൽ ഉൾപ്പെടുത്തിയ മൃതഭാഷ. ഭരണഘടനയുടെ 8-ാം ഷെഡ്യൂളിൽ ഉൾപ്പെടുത്തിയ മൃതഭാഷ സംസ്കൃതം. സംസ്കൃതമാണ് ഭരണഘടനയുടെ 8-ാം ഷെഡ്യൂളിൽ ഉൾപ്പെടുത്തിയ മൃതഭാഷ. അഖില തിരുവിതാംകൂർ മുസ്ലിം മഹാജന സഭയുടെ സ്ഥാപകൻ. അഖില തിരുവിതാംകൂർ മുസ്ലിം മഹാജന സഭയുടെ സ്ഥാപകൻ വക്കം മൗലവി. വക്കം മൗലവിയാണ് അഖില തിരുവിതാംകൂർ മുസ്ലിം മഹാജന സഭയുടെ സ്ഥാപകൻ. കുമാരനാശാനെ വിപ്ലവത്തിൻ്റെ കവി എന്ന് വിശേഷിപ്പിച്ചത്. കുമാരനാശാനെ വിപ്ലവത്തിൻ്റെ കവി എന്ന് വിശേഷിപ്പിച്ചത് തായാട്ട് ശങ്കരൻ. തായാട്ട് ശങ്കരനായിരുന്നു കുമാരനാശാനെ വിപ്ലവത്തിൻ്റെ കവി എന്ന് വിശേഷിപ്പിച്ചത്. അയ്യ വൈകുണ്ഠരുടെ ബാല്യകാലനാമം. അയ്യ വൈകുണ്ഠരുടെ ബാല്യകാലനാമം മുത്തുക്കുട്ടി. മുത്തുക്കുട്ടി എന്നതാണ് അയ്യ വൈകുണ്ഠരുടെ ബാല്യകാല നാമം. പ്രത്യക്ഷ രക്ഷാ ദൈവസഭയുടെ സ്ഥാപകൻ. പ്രത്യക്ഷ രക്ഷാ ദൈവസഭയുടെ സ്ഥാപകൻ പൊയ്കയിൽ അപ്പച്ചൻ. പൊയ്കയിൽ അപ്പച്ചനാണ് പ്രത്യക്ഷ രക്ഷാ ദൈവസഭയുടെ സ്ഥാപകൻ. ഭൂവൽക്കത്തിൽ ഏറ്റവും കൂടുതലുള്ള ആൽക്കലൈൻ എർത്ത് മെറ്റൽ. ഭൂവൽക്കത്തിൽ ഏറ്റവും കൂടുതലുള്ള ആൽക്കലൈൻ എർത്ത് മെറ്റൽ കാൽസ്യം. കാൽസ്യമാണ് ഭൂവൽക്കത്തിൽ ഏറ്റവും കൂടുതലുള്ള ആൽക്കലൈൻ എർത്ത് മെറ്റൽ. ശ്രീനാരായണ ഗുരുവിൻ്റെ ആദ്യത്തെ യൂറോപ്യൻ ശിഷ്യൻ. ശ്രീനാരായണ ഗുരുവിൻ്റെ ആദ്യത്തെ യൂറോപ്യൻ ശിഷ്യൻ ഏണസ്റ്റ് കിർക്ക്. ഏണസ്റ്റ് കിർക്കാണ് ശ്രീനാരായണ ഗുരുവിൻ്റെ ആദ്യത്തെ യൂറോപ്യൻ ശിഷ്യൻ. ഏത് നവോത്ഥാന നായകൻ്റെ മകനാണ് നടരാജഗുരു? ഏത് നവോത്ഥാന നായകൻ്റെ മകനാണ് നടരാജഗുരു? ഡോക്ടർ പൽപ്പു. നവോത്ഥാന നായകനായ ഡോക്ടർ പൽപ്പുവിൻ്റെ മകനാണ് നടരാജഗുരു. മലബാറിൽ കർഷക സംഘം രൂപവൽക്കരിക്കുന്നതിന് പ്രചോദനം നൽകിയ നവോത്ഥാന നായകൻ. മലബാറിൽ കർഷക സംഘം രൂപവൽക്കരിക്കുന്നതിന് പ്രചോദനം നൽകിയ നവോത്ഥാന നായകനാണ് വാഗ്ഭടാനന്ദൻ. വാഗ്ഭടാനന്ദനാണ് മലബാറിൽ കർഷക സംഘം രൂപവൽക്കരിക്കുന്നതിന് പ്രചോദനം നൽകിയ നവോത്ഥാന നായകൻ. ഇന്ത്യ റിപ്പബ്ലിക് ആകുന്നതിന് ഒരു ദിവസം മുമ്പ് അന്തരിച്ച നവോത്ഥാന നായകൻ. ഇന്ത്യ റിപ്പബ്ലിക് ആകുന്നതിന് ഒരു ദിവസം മുമ്പ് അന്തരിച്ച നവോത്ഥാന നായകൻ ഡോക്ടർ പൽപ്പു. നവോത്ഥാന നായകനായ ഡോക്ടർ പൽപ്പുവാണ് ഇന്ത്യ റിപ്പബ്ലിക് ആകുന്നതിന് ഒരു ദിവസം മുമ്പ് അന്തരിച്ചത്. 1924 ശ്രീനാരായണ ഗുരു സർവമത സമ്മേളനം വിളിച്ചു ചേർത്തത് എവിടെയാണ്? 1924 ശ്രീനാരായണ ഗുരു സർവമത സമ്മേളനം വിളിച്ചു ചേർത്തത് എവിടെയായിരുന്നു? ആലുവ. ആലുവയിലായിരുന്നു 1924 ശ്രീനാരായണ ഗുരു സർവമത സമ്മേളനം വിളിച്ചു ചേർത്തത്. ഭാരത് ഹെവി ഇലക്ട്രിക്കൽസ് ലിമിറ്റഡിൻ്റെ ആസ്ഥാനം. ഭാരത് ഹെവി ഇലക്ട്രിക്കൽസ് ലിമിറ്റഡിൻ്റെ ആസ്ഥാനം ബാംഗ്ലൂർ. ബാംഗ്ലൂരിലാണ് ഭാരത് ഹെവി ഇലക്ട്രിക്കൽസ് ലിമിറ്റഡിൻ്റെ ആസ്ഥാനം. ബ്രഹ്മശ്രീ ശ്രീനാരായണ ഗുരുവിൻ്റെ ജീവചരിത്ര സംഗ്രഹം രചിച്ചത്. ബ്രഹ്മശ്രീ ശ്രീനാരായണ ഗുരുവിൻ്റെ ജീവചരിത്ര സംഗ്രഹം രചിച്ചത് കുമാരനാശാൻ. കുമാരനാശാനാണ് ബ്രഹ്മശ്രീ ശ്രീനാരായണ ഗുരുവിൻ്റെ ജീവചരിത്ര സംഗ്രഹം രചിച്ചത്. സംഘകാലത്ത് കുറിഞ്ചി എന്നത് ഏത് പ്രദേശത്തെ പ്രതിനിധീകരിക്കുന്നു? സംഘകാലത്ത് കുറിഞ്ചി എന്നത് ഏത് പ്രദേശത്തെയാണ് പ്രതിനിധീകരിക്കുന്നത്? പർവ്വത പ്രദേശം. സംഘകാലത്ത് കുറിഞ്ചി എന്നത് പർവ്വത പ്രദേശത്തെയാണ് പ്രതിനിധീകരിക്കുന്നത്. വിശപ്പ് അനുഭവപ്പെടാൻ കാരണമായ ഹോർമോൺ. വിശപ്പ് അനുഭവപ്പെടാൻ കാരണമായ ഹോർമോണാണ് ഗ്രലിൻ.
ഗ്രലിൻ എന്ന ഹോർമോണാണ് വിശപ്പ് അനുഭവപ്പെടാൻ കാരണമായ ഹോർമോൺ. ഇന്ത്യയുടെ ആദ്യത്തെ അറ്റോമിക് റിയാക്ടർ. ഇന്ത്യയുടെ ആദ്യത്തെ അറ്റോമിക് റിയാക്ടറാണ് അപ്സര. അപ്സരയാണ് ഇന്ത്യയുടെ ആദ്യത്തെ അറ്റോമിക് റിയാക്ടർ. ശിലകളിൽ അടിസ്ഥാന ശില എന്നറിയപ്പെടുന്നത്. ശിലകളിൽ അടിസ്ഥാന ശില എന്നറിയപ്പെടുന്നത് ആഗ്നേയശില. ആഗ്നേയശിലയാണ് ശിലകളിൽ അടിസ്ഥാന ശില എന്നറിയപ്പെടുന്നത്. ടോർച്ചിൽ ഉപയോഗിക്കുന്ന ദർപ്പണം. ടോർച്ചിൽ ഉപയോഗിക്കുന്ന ദർപ്പണം കോൺകേവ് ദർപ്പണം. കോൺകേവ് മിററാണ് ടോർച്ചിൽ ഉപയോഗിക്കുന്ന ദർപ്പണം. വിവാദമായ വില്ലുവണ്ടി യാത്ര നടത്തിയ നവോത്ഥാന നായകൻ. വിവാദമായ വില്ലുവണ്ടി യാത്ര നടത്തിയ നവോത്ഥാന നായകൻ അയ്യങ്കാളി. അയ്യങ്കാളിയാണ് വിവാദമായ വില്ലുവണ്ടി യാത്ര നടത്തിയ നവോത്ഥാന നായകൻ. ആധുനിക കേരളത്തിലെ ആദ്യത്തെ സാമൂഹിക പരിഷ്കർത്താവ്. ആധുനിക കേരളത്തിലെ ആദ്യത്തെ സാമൂഹിക പരിഷ്കർത്താവാണ് വൈകുണ്ഠസ്വാമി. വൈകുണ്ഠസ്വാമികളാണ് ആധുനിക കേരളത്തിലെ ആദ്യത്തെ സാമൂഹിക പരിഷ്കർത്താവ്. ഡോക്ടർ പൽപ്പു ജനിച്ച സ്ഥലം. ഡോക്ടർ പൽപ്പു ജനിച്ചത് പേട്ട. തിരുവനന്തപുരത്തെ പേട്ടയിലാണ് ഡോക്ടർ പൽപ്പു ജനിച്ചത്. യോഗക്ഷേമ സഭ രൂപം കൊണ്ടത് ഏത് സമുദായത്തിൻ്റെ പുരോഗതി ലക്ഷ്യമിട്ടാണ്? യോഗക്ഷേമ സഭ രൂപം കൊണ്ടത് ഏത് സമുദായത്തിൻ്റെ പുരോഗതി ലക്ഷ്യമിട്ടാണ്? ബ്രാഹ്മണ സമുദായം. ബ്രാഹ്മണ സമുദായത്തിൻ്റെ പുരോഗതി ലക്ഷ്യമിട്ടാണ് യോഗക്ഷേമ സഭ രൂപം കൊണ്ടത്. തൈക്കാട്ടയ്യയുടെ യഥാർത്ഥ പേര്. തൈക്കാട്ടയ്യയുടെ യഥാർത്ഥ പേര് സുബ്ബരായൻ. സുബ്ബരായൻ എന്നതാണ് തൈക്കാട്ടയ്യയുടെ യഥാർത്ഥ പേര്. അഭിനവ കേരളം എന്ന പ്രസിദ്ധീകരണം സ്ഥാപിച്ചത്. അഭിനവ കേരളം എന്ന പ്രസിദ്ധീകരണം സ്ഥാപിച്ചത് വാഗ്ഭടാനന്ദൻ. വാഗ്ഭടാനന്ദനാണ് അഭിനവ കേരളം എന്ന പ്രസിദ്ധീകരണം സ്ഥാപിച്ചത്. സാക്ഷരതയുടെ പിതാവ് എന്ന് വിശേഷിപ്പിക്കപ്പെട്ട കേരളത്തിലെ നവോത്ഥാന നായകൻ. സാക്ഷരതയുടെ പിതാവ് എന്ന് വിശേഷിപ്പിക്കപ്പെട്ട കേരളത്തിലെ നവോത്ഥാന നായകനാണ് ചാവറ കുര്യാക്കോസ് ഏലിയാസ്. ചാവറ കുര്യാക്കോസ് ഏലിയാസ് ആണ് സാക്ഷരതയുടെ പിതാവ് എന്ന് വിശേഷിപ്പിക്കപ്പെട്ട കേരളത്തിലെ നവോത്ഥാന നായകൻ. അന്തർദേശീയ ജലസഹകരണ വർഷം. അന്തർദേശീയ ജലസഹകരണ വർഷം 2013. 2013 വർഷമാണ് അന്തർദേശീയ ജലസഹകരണ വർഷം. മണ്ണിലൂടെ ഉരുണ്ടുവരുന്ന ബോൾ വേഗം കുറഞ്ഞ് നിശ്ചലമാകാൻ കാരണമായ ബലം. മണ്ണിലൂടെ ഉരുണ്ടുവരുന്ന ബോൾ വേഗം കുറഞ്ഞ് നിശ്ചലമാകാൻ കാരണമാകുന്ന ബലം ഘർഷണബലം. ഘർഷണബലം മൂലമാണ് മണ്ണിലൂടെ ഉരുണ്ടുവരുന്ന ഒരു ബോൾ വേഗം കുറഞ്ഞ് നിശ്ചലമാകാൻ കാരണമാകുന്നത്. ഏത് പഞ്ചവത്സര പദ്ധതി കാലത്താണ് ഇന്ത്യയിൽ ഇൻറ്റൻസീവ് അഗ്രികൾച്ചറൽ പ്രോഗ്രാം ആരംഭിച്ചത്? ഏത് പഞ്ചവത്സര പദ്ധതി കാലത്താണ് ഇന്ത്യയിൽ ഇൻറ്റൻസീവ് അഗ്രികൾച്ചറൽ പ്രോഗ്രാം ആരംഭിച്ചത്? മൂന്നാം പദ്ധതിക്കാലത്ത്. മൂന്നാം പഞ്ചവത്സര പദ്ധതിക്കാലത്തായിരുന്നു ഇന്ത്യയിൽ ഇൻറ്റൻസീവ് അഗ്രികൾച്ചറൽ പ്രോഗ്രാം ആരംഭിച്ചത്. 1922 എസ്.എ. ഡാംഗെ ആരംഭിച്ച പ്രസിദ്ധീകരണം. 1922 എസ്.എ. ഡാംഗെ ആരംഭിച്ച പ്രസിദ്ധീകരണമാണ് ദ സോഷ്യലിസ്റ്റ്. ദ സോഷ്യലിസ്റ്റ് എന്ന പ്രസിദ്ധീകരണമായിരുന്നു 1922 എസ്.എ. ഡാംഗെ ആരംഭിച്ചത്. 1929 മാർച്ച് 4 മഹാത്മാഗാന്ധി എവിടെയാണ് പൊതുസ്ഥലത്ത് വിദേശ വസ്ത്രങ്ങൾ കത്തിക്കുന്ന പ്രതിഷേധ സമരത്തിന് തുടക്കം കുറിച്ചത്? 1929 മാർച്ച് 4 മഹാത്മാഗാന്ധി എവിടെയാണ് പൊതുസ്ഥലത്ത് വിദേശ വസ്ത്രങ്ങൾ കത്തിക്കുന്ന പ്രതിഷേധ സമരത്തിന് തുടക്കം കുറിച്ചത്? കൊൽക്കത്ത. 1929 മാർച്ച് 4 മഹാത്മാഗാന്ധി കൊൽക്കത്തയിൽ വെച്ചായിരുന്നു
പൊതുസ്ഥലത്ത് വിദേശ വസ്ത്രങ്ങൾ കത്തിക്കുന്ന പ്രതിഷേധ സമരത്തിന് തുടക്കം കുറിച്ചത്? 1942 സെപ്റ്റംബർ 15 ആരാണ് ക്വിറ്റ് ഇന്ത്യ സമരത്തെ ഒരു കലാപം അഥവാ റെബല്യൻ എന്ന് വിശേഷിപ്പിച്ചത്? 1942 സെപ്റ്റംബർ 15 ആരായിരുന്നു ക്വിറ്റ് ഇന്ത്യ സമരത്തെ ഒരു കലാപം റെബല്യൻ എന്ന് വിശേഷിപ്പിച്ചത്? സർ റെജിനാൾഡ് മാക്സ്വെൽ. സർ റെജിനാൾഡ് മാക്സ്വെൽ ആയിരുന്നു 1942 സെപ്റ്റംബർ 15 ക്വിറ്റ് ഇന്ത്യ സമരത്തെ റെബല്യൻ ഒരു കലാപം എന്ന് വിശേഷിപ്പിച്ചത്. വാട്ട് ഹാപ്പൻ ടു നേതാജി എന്ന പുസ്തകം രചിച്ചത്? വാട്ട് ഹാപ്പൻ ടു നേതാജി എന്ന പുസ്തകം രചിച്ചത് അനുജ് ധർ. അനുജ് ധറിൻ്റെ രചനയാണ് വാട്ട് ഹാപ്പൻ ടു നേതാജി എന്ന പുസ്തകം. വാഗൺ ട്രാജഡി ഏത് കലാപവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? വാഗൺ ട്രാജഡി ഏത് കലാപവുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്? മലബാർ കലാപം. മലബാർ കലാപവുമായിട്ടാണ് വാഗൺ ട്രാജഡി ബന്ധപ്പെട്ടിരിക്കുന്നത്. ഹാരോൾഡ് ഡോമർ പദ്ധതി എന്നറിയപ്പെട്ട പഞ്ചവത്സര പദ്ധതി. ഹാരോൾഡ് ഡോമർ പദ്ധതി എന്നറിയപ്പെട്ട പഞ്ചവത്സര പദ്ധതി ഒന്നാം പഞ്ചവത്സര പദ്ധതി. ഒന്നാം പഞ്ചവത്സര പദ്ധതിയാണ് ഹാരോൾഡ് ഡോമർ പദ്ധതി എന്നറിയപ്പെട്ട പഞ്ചവത്സര പദ്ധതി. ഫംഗസുകളെക്കുറിച്ചുള്ള പഠനം. ഫംഗസുകളെക്കുറിച്ചുള്ള പഠനമാണ് മൈക്കോളജി. മൈക്കോളജിയാണ് ഫംഗസുകളെക്കുറിച്ചുള്ള പഠനം. അസമിൻ്റെ ക്ലാസിക്കൽ നൃത്തരൂപമായി അറിയപ്പെടുന്ന കലാരൂപം. അസമിൻ്റെ ക്ലാസിക്കൽ നൃത്തരൂപമായി അറിയപ്പെടുന്ന കലാരൂപം സാത്രിയ. സാത്രിയയാണ് അസമിൻ്റെ ക്ലാസിക്കൽ നൃത്തരൂപമായി അറിയപ്പെടുന്ന കലാരൂപം. ശ്രീനാരായണ ഗുരു ആലുവയിൽ സർവമത സമ്മേളനം നടത്തിയ വർഷം. ശ്രീനാരായണ ഗുരു ആലുവയിൽ സർവമത സമ്മേളനം നടത്തിയ വർഷം 1924. 1924 ശ്രീനാരായണ ഗുരു ആലുവയിൽ സർവമത സമ്മേളനം നടത്തിയത്. ദണ്ഡിൻ്റെ ആകൃതിയിലുള്ള ബാക്ടീരിയ. ദണ്ഡിൻ്റെ ആകൃതിയിലുള്ള ബാക്ടീരിയ ബാസിലസ് ബാക്ടീരിയ. ബാസിലസ് ബാക്ടീരിയകൾക്കാണ് ദണ്ഡിൻ്റെ ആകൃതിയുള്ളത്. പാഴ്ഭൂമിയിലെ കൽപ്പവൃക്ഷം, തരിശുഭൂമിയിലെ സ്വർണം എന്നിങ്ങനെ അറിയപ്പെടുന്ന കാർഷിക വിള. പാഴ്ഭൂമിയിലെ കൽപ്പവൃക്ഷം, തരിശുഭൂമിയിലെ സ്വർണം എന്നിങ്ങനെ അറിയപ്പെടുന്ന കാർഷിക വിളയാണ് കശുമാവ്. കശുമാവാണ് പാഴ്ഭൂമിയിലെ കൽപ്പവൃക്ഷം, തരിശുഭൂമിയിലെ സ്വർണം എന്നിങ്ങനെ അറിയപ്പെടുന്ന കാർഷിക വിള. ഇത്രയുമാണ് ചോദ്യങ്ങൾ. പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ.